അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സൗഭാഗ്യങ്ങൾ, എല്ലാത്തിനും നന്ദി പ്രകടിപ്പിക്കുന്ന, അവനെ ഓർക്കുന്ന യഥാർത്ഥ അടിമകളായി തീരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. നമുക്ക് ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ നേട്ടങ്ങളും അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി തീരുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. വിശുദ്ധ ഖുർആൻ അതാണ് നമ്മുടെ മാനദണ്ഡം, അതാണ് നമ്മുടെ വഴികാട്ടി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് അതാണ് നമ്മുടെ മാർഗനിർദ്ദേശം. ഇതനുസരിച്ച് ഖുർആനും സുന്നത്തും അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഏത് സന്നിഗ്ധ ഘട്ടങ്ങളിലും അതിനെ നന്നാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയായി നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഖുർആനിലെ 4 കരാറുകളെ സംബന്ധിച്ചാണ്. 4 കരാറുകളെ സംബന്ധിച്ച്. 4 കരാറുകൾ നമ്മൾ അള്ളാഹുവിനോട് വീട്ടുകയാണെങ്കിൽ, നിറവേറ്റുകയാണെങ്കിൽ അതുമൂലം നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഗാഫിറിലെ 60-ാമത്തെ വചനം, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ കരാർ. ഞാനിന്ന് സംസാരിക്കുന്ന 4 കരാറുകളിൽ നിന്ന് 1-ാമത്തെ കരാർ ഇതാണ്. അള്ളാഹു നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് പറയുന്നത് ഇപ്രകാരമാണ്: എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇത് 1-ാമത്തെ കരാറാണ്. ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കുമുള്ള ഒരേ ഒരു ഏറ്റവും വലിയ കരാർ. നമ്മുടെ മനസ്സ് ഒന്ന് വേദനിക്കുന്നത് പ്രാർത്ഥനയാണ്, നമ്മുടെ മനസ്സ് ഉരുകുന്നത് പ്രാർത്ഥനയാണ്. പക്ഷേ ആ പ്രാർത്ഥനയും വേദനയും ഒരേ സൃഷ്ടാവിലേക്കായിരിക്കണം, അള്ളാഹുവിലേക്കായിരിക്കണം. ആ കരാർ, അള്ളാഹു നമ്മോട് നൽകിയിട്ടുള്ള ആ കരാർ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ള ആ കരാർ നമ്മൾ നിറവേറ്റുകയാണെങ്കിൽ അള്ളാഹു തിരിച്ച് നമുക്ക് വാഗ്ദാനം നൽകുന്നത് അവൻ ഉത്തരം നൽകുമെന്നുള്ളതാണ്. അതിനാൽ ആ കരാർ പാലിക്കാൻ നമ്മൾ തയ്യാറാവുക. ലോകത്തുള്ള സർവ സൃഷ്ടിജാലങ്ങളോടും പ്രാർത്ഥിക്കാതെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ള കരാർ നിറവേറ്റാൻ നമ്മൾ തയ്യാറാണോ എങ്കിൽ അള്ളാഹു ഉത്തരം നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ചില സന്ദർഭത്തിൽ ചില ആളുകൾ പറയാറുണ്ട്, എനിക്കാരുമില്ല. അങ്ങനെ പറയാൻ പാടില്ല. എനിക്കാരുമില്ല എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇദാ ദഅൻ ഫലസ്തജീബു ലി വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ വചനം. എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവൻ്റെ ഏറ്റവും അടുത്തവനാണെന്ന് നബിയെ അങ്ങ് അവനോട് പറയണം. എന്നോട് പ്രാർത്ഥിക്കുന്നവൻക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് അള്ളാഹു ഉണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി അത് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ ചിലർ വിചാരിക്കും, ഞാൻ കുറേ കാലമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി, പക്ഷേ എനിക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് ചിലരുടെ സംശയമുണ്ടാകും. ഇവിടെ പ്രാർത്ഥനയെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണെന്നറിയോ? പ്രാർത്ഥന ഒരിക്കലും കുറ്റകരമാവാൻ പാടില്ല. ഒരാളെ അപകടത്തിൽപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. അതുപോലെ റിലേഷൻ അത് ബ്രോക്കാവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. കുടുംബ ബന്ധം അത് വിച്ഛേദിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. തെറ്റായ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. ശരിയായ കാര്യത്തിന് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാവൂ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ 3 കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. ഒന്നാമത്തേത് പ്രാർത്ഥന ഇമ്മ അൻ തുഅജ്ജല ലഹു ദഅവതു. ഇതാണ് റസൂൽ പറഞ്ഞത്. ഒന്നുകിൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. വ ഇമ്മ അൻ യദ്ഖിറ ലഹാ ഫിൽ ആഖിറ. അല്ലെങ്കിൽ ഇവിടെ വെച്ച് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെന്നില്ല, പരലോകത്ത് വെച്ചായിരിക്കും ചിലപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക. അങ്ങനെ രണ്ടാമത്തെ കാര്യം. ഇനി അതും പരലോകത്ത് വെച്ച് നമുക്ക് നന്മ അതിൻ്റെ ഉത്തരം ലഭിച്ചില്ല. ഇനി മൂന്നാമത്തെ ഒരു കാര്യം റസൂൽ പഠിപ്പിക്കുന്നു, വ ഇമ്മ അൻ യുസ്രിഫ അൻഹു മിനസ്സൂഇ മിസ്ലഹ. തിന്മ ദുനിയാവിൽ വെച്ച് തന്നെ ചിലപ്പോൾ അവൻ്റെ തിന്മ
തടയാൻ ആ പ്രാർത്ഥന കൊണ്ട് കാരണമാകും. അപ്പോൾ പ്രാർത്ഥിച്ചാൽ ഒന്നുകിൽ ആ പ്രാർത്ഥിച്ച കാര്യം തന്നെ അള്ളാഹു കൊടുക്കും, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം നാളെ പരലോകത്ത് വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ പ്രതിഫലം നൽകിയിട്ടില്ലെങ്കിൽ അവൻ ചെയ്ത ഒരു തിന്മ ആ പ്രാർത്ഥന കൊണ്ട് ഇല്ലായ്മ ചെയ്യപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ റസൂലിനോട് സഹാബികൾ ചോദിച്ചു, ഫഖാലു ഇദാ തുക്സർ ഇദൻ തുക്സർ, അത് കൂടുതലാണെങ്കിലോ റസൂലെ, തിന്മ ചെയ്തത് ഒരുപാട് തിന്മകളുണ്ടെങ്കിലോ? അപ്പോൾ റസൂൽ പറഞ്ഞു, എത്ര തിന്മകളുണ്ട്? ഖാല അല്ലാഹു അക്തർ, എത്ര തന്നെ അധികമാണെങ്കിലും എത്ര തന്നെ കൂടുതലാണെങ്കിലും അള്ളാഹു പൊറുക്കപ്പെടുന്നതാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, എന്താണ് അത്? വൻ പാപങ്ങളാവാൻ പാടില്ല. വൻ പാപങ്ങൾക്ക് നമ്മൾ അള്ളാഹുവിനോട് പാപമോചനം നടത്തണം, ഇസ്തിഗ്ഫാർ നടത്തണം, നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ അള്ളാഹു ചിലപ്പോൾ അവിശ്വാസികൾക്ക് പോലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാറുണ്ട്. അവിശ്വാസികൾക്ക് പോലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാൻ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഇദാ റകിബു ഫിൽ ഫുൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ ഇദാ ഹും യുശ്രികൂൻ. സൂറത്തുൽ അങ്കബൂത്തിലെ 65-ാമത്തെ വചനമാണ്. കാഫിരീങ്ങളായ ആളുകൾ, അവിശ്വാസികളായ ആളുകൾ, അവര് കപ്പലിൽ പോയാൽ, കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അവർ അപകടത്തിൽപ്പെടുന്ന സന്ദർഭത്തിൽ അവർ പിന്നെ ലാത്തയെയോ ഉസ്സയെയോ ഇതിനെ ഒന്നും വിളിച്ച് പ്രാർത്ഥിക്കില്ല. ആ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് മാത്രം അവർ പ്രാർത്ഥിക്കും. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ, അങ്ങനെ അവരുടെ പ്രാർത്ഥന സ്വീകരിച്ച് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ വീണ്ടും അവർ ശിർക്ക് ചെയ്യുന്നവരായി തീരുന്നു. കരയിലെത്തിക്കഴിഞ്ഞാൽ വീണ്ടും ശിർക്ക് ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിശ്വാസികൾക്ക് പോലും പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നുണ്ട്. അപ്പം പ്രാർത്ഥന എന്നുള്ളത് അനിവാര്യമാണ്. അത് അള്ളാഹുവിനോട് മാത്രമായിരിക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതബോടെ പ്രാർത്ഥിക്കണം, മര്യാദയോടെ പ്രാർത്ഥിക്കണം, നമ്മൾ അച്ചടക്കത്തോടു കൂടി പ്രാർത്ഥിക്കണം, നല്ലവരായി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഖാല ഹുവൽ ഹൈ ലാ ഇലാഹ ഇല്ലാഹു ഫദ്ഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ. അള്ളാഹുവിനോട് നമ്മൾ നിഷ്കളങ്കമായി പ്രാർത്ഥിക്കണം, ഇഖ്ലാസോടുകൂടി പ്രാർത്ഥിക്കണം. ഇനി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്യുവറായി പ്രാർത്ഥിക്കണം, വളരെ സംശുദ്ധമായ ജീവിതത്തിൻ്റെ ആളുകളായിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുക, എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെയെങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ സാധ്യതയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ് ത്വയ്യിബുൻ ലാ യഖ്ബിൽ ഇല്ലാ ത്വയ്യിബ. അള്ളാഹു നല്ലവനാണ്, അള്ളാഹു നല്ലതിനെ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ. അങ്ങനെ നല്ലത് ഭക്ഷിക്കുകയും നല്ലത് ധരിക്കുകയും നല്ല ബിസിനസ്സിൽ ഏർപ്പെടുകയും നല്ല രീതിയിൽ ജീവിതം നയിക്കുകയും ചെയ്ത് എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാൾ അദ്ദേഹത്തിൻ്റെ അനുഭവം എന്നോട് പങ്കുവെച്ചത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. എന്താണെന്നറിയോ? ഒരാൾ പറഞ്ഞു, ഞാൻ കല്യാണം കഴിഞ്ഞ് 12 വർഷമായി ഞാൻ ഒരുപാട് കാലമായി ഒരു വീട് വെക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് സമ്മർദ്ദമുണ്ടായി, ഒന്ന് ലോൺ എടുത്തുകൂടെ, നിങ്ങൾക്ക് നല്ല ജോലിയില്ലേ, നിങ്ങൾക്ക് ലോൺ എടുത്തുകൂടെ. പക്ഷെ ഞാൻ പിടിച്ചു നിന്നു, ഞാൻ ക്ഷമിച്ചു നിന്നു. ഇപ്പോൾ 12 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് അള്ളാഹു ഒരു ഭവനം തന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കിപ്പോൾ യാതൊരു കടവുമില്ല. നേരെ മറിച്ച് ബാങ്കിൽ നിന്ന് നമ്മളൊരു 10 ലക്ഷം ലോൺ, 15 ലക്ഷം ലോൺ, ഹൗസിംഗ് ലോൺ എടുത്ത് നമ്മൾ വീട് വെക്കുകയാണെങ്കിൽ നമ്മളെ ടെൻഷൻ തീരുമോ? 10 വർഷം കഴിഞ്ഞാലും തീരുമോ? വീട് വെച്ചു, ആ മനുഷ്യന് 2 വർഷമാകുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ കടങ്ങൾ വീടി. പക്ഷേ ഒന്നും തന്നെ കൺവെൻഷനൽ ബാങ്കിൽ നിന്ന് എടുത്ത ലോണുകളല്ല. സുഹൃത്തുക്കൾ സഹായിച്ചു, ജോലിയിൽ ബർക്കത്തുണ്ടായി, രോഗങ്ങളില്ലാത്ത അവസ്ഥയുണ്ടായി. ഈ സാഹചര്യത്തിൽ നന്നായി ഒരു വീട് വെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. വീണ്ടും അദ്ദേഹം പറയുന്നു, എനിക്കിപ്പോൾ ഒരു വാഹനം വളരെ ആഗ്രഹമുണ്ട്, ഒരുപാട് കാലമായി ഞാൻ ആഗ്രഹിക്കുന്നു ഒരു വാഹനം. പക്ഷേ നേരിട്ട് കാശ് കൊടുത്തെടുക്കാൻ എൻ്റെ കയ്യിൽ 1 ലക്ഷം പോലുമില്ല. എനിക്കൊരു 2 വീലർ വേണം, പക്ഷേ എനിക്കൊരു 1.5 ലക്ഷം അതിന് കൊടുക്കാനുള്ള വക എൻ്റെ കയ്യിലില്ല. പക്ഷേ ഞാൻ ഇനിയും ക്ഷമിക്കും. ഞാൻ വീട് വെക്കാൻ 12 കൊല്ലം ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യത്തിൽ ഞാൻ ഇനിയും ക്ഷമിക്കും എന്ന് പറയാനുള്ള, എന്ന് കരുതാനുള്ള ഒരു ഈമാൻ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റൊരാൾ തൻ്റെ അനുഭവം പങ്കിട്ടത് എന്താണെന്നറിയോ? ഖത്തറിൽ ജോലി ചെയ്യുന്നൊരു മനുഷ്യൻ,
ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ, തൻ്റെ ഭാര്യയ്ക്ക് ഒരു സീരിയസ് ആയ ഒരു പ്രശ്നമുണ്ടായി. 25,000 റിയാൽ വേണം, പെട്ടെന്ന് വേണം. എന്ത് ചെയ്യും? അദ്ദേഹം ബാങ്ക് ലോൺ എടുത്തു വീട്ടിൽ പോയതിന് ശേഷം അന്നത്തെ രാത്രി അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയുന്നില്ല, ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. പിറ്റേ ദിവസം തന്നെ ആ ബാങ്ക് ലോൺ തിരിച്ചു നൽകി. ആ ബാങ്കിൽ തന്നെ പോയി ആ ബാങ്ക് ലോൺ തിരിച്ചു നൽകിയിട്ട് നൽകുമ്പോൾ അവർ പറഞ്ഞു 500 റിയാൽ എക്സ്ട്രാ വേണം, പെട്ടെന്നുള്ള തിരിച്ചടവായതുകൊണ്ട് 500 റിയാൽ എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതുകൂടി അടച്ചു. മൂന്നാമത്തെ ദിവസം സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഒരു മിറാക്കിൾ അദ്ദേഹത്തിന് ലഭിച്ചത്. അടുത്ത ദിവസം ഒരു ഇൻ്റർവ്യൂ. മന്ത്ലി സാലറി 15,000 റിയാൽ മന്ത്ലി സാലറി. അള്ളാഹുവിനെ സ്തുതിച്ചു. നോക്കൂ, ഒരു കാര്യം, ആ കാര്യത്തിൽ നമ്മൾ പലിശ സ്വീകരിക്കുകയില്ല, പലിശയുമായി ബന്ധപ്പെടുകയില്ല, പലിശയുമായി മുന്നോട്ട് പോവുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. അങ്ങനെ നമ്മൾ ഈമാനോടുകൂടി പലിശയുമായി ബന്ധപ്പെടാതെ പ്യുവറായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹു പറയുന്നു, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അശ്രദ്ധയോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം ഈ മാസം തുടക്കത്തിൽ ഞാൻ കേട്ടൊരു വാർത്ത എന്താണെന്നറിയോ? ഇവിടെ അടുത്തുള്ള ഒരു ഉസ്താദ്, ആ ഉസ്താദിൻ്റെ ഒരു വീട് കടമുണ്ടായി. അതിൻ്റെ പേരിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊന്നു, എന്താണെന്നറിയില്ല. പക്ഷേ പത്രങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഠിപ്പിക്കുന്നവരാണ്, അതുപോലെ തന്നെ ദീനിൻ്റെ ആളുകളാണ്, നമ്മൾ അതിൻ്റെ വക്താക്കളാണ്. ഏത് സന്ദർഭത്തിലും ഖുർആൻ മുറുകെ പിടിച്ച്, വിശുദ്ധ മതം മുറുകെ പിടിച്ച്, റസൂലിൻ്റെ ചര്യ മുറുകെ പിടിച്ച് ഏത് സന്നിഗ്ധ ഘട്ടത്തിലും ജീവിക്കാൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും തന്നെ തോറ്റുപോവുകയില്ല. പ്രതീക്ഷാപൂർവം ഈ ആയത്തൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിനോട് ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കണം. അള്ളാഹു അടുത്ത് തന്നെയുണ്ട്. ആരുടെ അടുത്ത്? മുഹ്സിനീൻ, നല്ലവരുടെ അടുത്ത്. അപ്പം നല്ലത് ചിന്തിക്കുന്ന, നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന, ജോലിയിൽ നല്ലത് മാത്രം കരുതുന്ന, തെറ്റായ രീതിയിൽ ബിസിനസ് ലോണുകളിലേക്കൊന്നും പോവാതിരിക്കുന്ന നമ്മളുടെ അരികിലേക്ക് അള്ളാഹു അടുത്തുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫ് വേഴ്സസ് നമ്പർ 56 56-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇത് ഒന്നാമത്തെ കരാറാണ്. ഇനി രണ്ടാമത്തെ കരാർ ദൈവസ്മരണയാണ്. ഫദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ സ്മരിക്കുകയാണെങ്കിൽ, ഓർക്കുകയാണെങ്കിൽ നിങ്ങളെയും ഞാൻ ഓർക്കും, നിങ്ങളെയും ഞാൻ സ്മരിക്കും. ഇത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ വേഴ്സസ് നമ്പർ 152 152-ാമത്തെ വചനം പഠിപ്പിക്കുന്നു. നിങ്ങൾ എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെയും ഓർമ്മിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന രണ്ടാമത്തെ കരാറാണ്. ഈ കരാർ നമുക്ക് പാലിക്കാൻ കഴിയോ? അള്ളാഹു പാലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോഴേ ഇനി ഇബ്നു തൈമിയ്യ ഇതേക്കുറിച്ച് പറയുന്നു, കുല്ലു മാ തകല്ലമ ബിഹിൽ ലിസാൻ വതസവ്വുറുൽ ഖൽബ്. ഒരു മനുഷ്യൻ നാവ് കൊണ്ട് പറയുന്നത് ദിക്റാണ്, ഒരു മനുഷ്യൻ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് ദിക്റാണ്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഏത് സംസാരവും, ഏത് മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം ദിക്റാണെന്ന് ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അഭിപ്രായപ്പെടുന്നതായി കാണാൻ കഴിയുന്നതാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, നമ്മുടെ ആളുകൾ കേരളത്തിൽ പ്രത്യേകിച്ച്, ഇവിടുത്തെ എന്താണെന്ന് എനിക്കറിയില്ല, കേരളത്തിൽ പ്രത്യേകിച്ച് ഓരോ മുസ്ലിം ഗല്ലികളിലും ഇന്ന് കട്ടൗട്ടുകളാണ്, ഫ്ലെക്സുകളാണ്. എന്തിൻ്റെ ഫ്ലെക്സുകൾ? വേൾഡ് കപ്പിൻ്റെ, ഫുട്ബോളിൻ്റെ ഫ്ലെക്സുകൾ, ഓരോ ടീമിൻ്റെയും ഫ്ലെക്സുകൾ. ഓരോ യുവാക്കളും, മുസ്ലിം യുവാക്കളും ചെലവഴിക്കുന്നത് ലക്ഷങ്ങളും ആയിരങ്ങളുമാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മൾ ആരുടെ സ്മരണയിലാണ്? അള്ളാഹുവിൻ്റെ സ്മരണയിലാണോ? മറ്റ് ദുനിയവിയായ വെറും ദുനിയാവിൻ്റെ മാത്രം സ്മരണയിലാണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ നാടുകളിൽ നടക്കുന്നത്, തികച്ചും അത്ഭുതകരമായ കാര്യങ്ങൾ. ഒരു സ്ഥലത്ത് ഫുട്ബോളിൻ്റെ ലഹരിയിൽ, മറ്റൊരു സ്ഥലത്ത് യഥാർത്ഥ ലഹരിയിൽ, യുവാക്കൾ യഥാർത്ഥ ലഹരി. കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ ലഹരി മൂത്ത് പരസ്പരം റോഡുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആളുകളെ നമുക്ക് കാണാനിടയായി. 3 കുട്ടികൾ, ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടിയും ഒരു ദിവസം ഒളിച്ചോടി വയനാടിൻ്റെ മലമുകളിൽ ടെൻ്റ് കെട്ടി താമസിക്കുന്നത് നമ്മൾ കേൾക്കാനിടയായി.
അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ലഹരി വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന സംഘടനയുടെ സംസ്ഥാന നേതാവ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ലഹരി പിടികൂടിയത് നമ്മൾ കേരളത്തിൽ കാണാനിടയായി. ഇങ്ങനെ പലതും പല നാടുകളിൽ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചുറ്റുപാട് എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ അള്ളാഹു നമ്മോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ഓർക്കുമോ? ഞാൻ നിങ്ങളെയും ഓർക്കും. നിങ്ങൾ എന്നെ സ്മരിക്കുന്നുവോ? ഞാൻ നിങ്ങളെയും സ്മരിക്കും. നിങ്ങൾ പറയുന്നതും നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും അതെല്ലാം ദിക്റാണെന്ന് ഇബ്നു തൈമിയ വിശദീകരിക്കുകയും ചെയ്യുന്നു ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ എന്ന് നാം മനസ്സിലാക്കണം. ഇനി മൂന്നാമത്തെ കരാർ, വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിം ആയത്ത് നമ്പർ 7 അള്ളാഹു പഠിപ്പിക്കുന്നു, ലഇൻ ശകർതും ലഅസീദന്നകും, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ നന്ദിയുള്ളവരാവണം. നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കൂട്ടിത്തരും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പം നമ്മൾ ഓരോ ദിവസവും നന്ദിയുള്ളവരാവണം. എങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിൽ അധികമായി ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വാഗ്ദാനമാണ്, കരാറാണ്. ഇതൊരിക്കലും വെറുതെ പറയുന്നതല്ല, അതാണ്. പക്ഷേ നിങ്ങൾ നന്ദിയുള്ളവരാകണം. വല ഇൻ കഫർത്തും, നിങ്ങൾ നന്ദികേട് കാണിക്കുന്നുവെങ്കിൽ എൻ്റെ ശിക്ഷ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മഴ വർഷിക്കുന്നു, പല സ്ഥലങ്ങളിലും പല പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാകുന്നു. നമ്മൾ ആലോചിക്കണം, ശിക്ഷയുടെ ഭാഗമാണോ അതല്ല മറ്റു സ്വാഭാവികമായിട്ടുള്ളതായ ദുരന്തങ്ങളാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ നന്ദിയുള്ളവരായി തീരുക, ഇത് അനിവാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും വലിയ നന്ദിയുള്ള അടിമയായിരുന്നു. ഏറ്റവും വലിയ റസൂലിൻ്റെ കാൽപാദങ്ങളിൽ രാത്രി നിന്ന് നിസ്കരിച്ച് നീറി കെട്ടിയിട്ട് പോലും ആയിഷ ബീവി ചോദിച്ചു, അങ്ങയുടെ പാപങ്ങളൊക്കെ പൊറുത്തു തന്നതല്ലേ, അങ്ങയുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ടതല്ലേ, എന്തിനാണ് അങ്ങനെ നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ റസൂലിൻ്റെ മറുപടി, അഫല അകൂന അബ്ദൻ ഷക്കൂറ, ഞാൻ കൂടുതൽ നന്ദിയുള്ള അടിമയാകണ്ടയോ എന്നാണ്. കൂടുതൽ നന്ദിയുള്ള. അപ്പം നമ്മൾ നന്ദിയുള്ള അടിമയായി തീരേണ്ടതുണ്ട്. നന്ദിയുള്ള അടിമയാവുകയാണെങ്കിൽ അത് ശിക്ഷയിൽ നിന്ന് പോലും നമ്മെ രക്ഷപ്പെടുത്താൻ ഉപകരിക്കുന്നതാണെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സൂറത്തു നിസായിൽ പഠിപ്പിക്കുന്നുണ്ട്. മയഫ്അലുല്ലാഹ് ബിഅദാബികും ഇൻ ശകർതും വആമൻതും. അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കുകയില്ല നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. അപ്പോൾ വിശ്വാസികളാണെങ്കിൽ ബാങ്കിൽ പോവുകയില്ല. നന്ദിയുള്ളവരാണെങ്കിൽ അള്ളാഹു തന്ന അടിമകളെ മനുഷ്യന്മാർ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ മനുഷ്യന്മാർ മറക്കുകയില്ല. ആ രീതിയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. ഇനി നന്ദി കാണിച്ചില്ലെങ്കിൽ എന്താ? വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം അള്ളാഹു പറയുന്നു, വളറബല്ലാഹ് മസലൻ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്നതൻ യഅതിഹാ റിസ്ഖുഹാ റഅദ. ഒരു ഗ്രാമം, ആ ഗ്രാമം വളരെ സമാധാനമുള്ള ഒരു ഗ്രാമമായിരുന്നു. ആ ഗ്രാമത്തിലേക്ക് അള്ളാഹുവിൽ നിന്നുള്ള റിസ്ക്, ഭക്ഷണം, ബൗണ്ടി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അത് അതിയായി അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും വന്നു. ഫകഫറത്. ഇതൊക്കെ കിട്ടിയിട്ടും അവർ നന്ദികേട് കാണിച്ചു. പിന്നെ അള്ളാഹു ശിക്ഷിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഒരൊക്കെ കൊന്നു കളഞ്ഞെന്നോ കൊടുങ്കാറ്റ് വന്നെന്നോ ഉരുൾപൊട്ടലുണ്ടായിന്നോ ഒന്നുമല്ല. അള്ളാഹു ശിക്ഷിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ശിക്ഷിക്കാൻ കൊടുക്കുന്നത്? കുറച്ച് വിശപ്പൊക്കെ അങ്ങ് കൊടുക്കാൻ തുടങ്ങി. പിന്നെയോ അവർക്ക് ഭയം നൽകാൻ തുടങ്ങി. ഇങ്ങനെ ചില ശിക്ഷകൾ അള്ളാഹു നൽകാൻ തുടങ്ങി. അപ്പം വിശപ്പ് വരിക, ദാരിദ്ര്യമുണ്ടാവുക, കയ്യിൽ പൈസയില്ലാതിരിക്കുക, ഇതൊക്കെ ശിക്ഷയുടെ അടയാളമാണ്. ശിക്ഷയുടെ അടയാളമാണ്. അപ്പം നന്ദികേട് കാണിക്കരുത് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം. അടുത്തത് കരാർ നമ്പർ 4, നാലാമത്തെ കരാർ. വിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അള്ളാഹു നിങ്ങളെപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നവരാണെങ്കിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുകയില്ല. അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല. സത്യവിശ്വാസികൾ ഏത് സന്ദർഭത്തിലും അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവെ പുറത്തു തരണേ എന്ന് പറയുന്നവരാണെങ്കിൽ, ഇസ്തിഗ്ഫാറിൻ്റെ വക്താക്കളാണെങ്കിൽ അള്ളാഹു ശിക്ഷിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ്. ഇതിന് 2 കമാൻഡറികൾ കാണാവുന്ന, 2 വ്യാഖ്യാനങ്ങൾ കാണാവുന്നതാണ്. ഒന്നാമത്തേത്, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. റസൂല് ജീവിച്ചിരിക്കെ മുഅ്മിനീങ്ങൾക്ക് ശിക്ഷയുണ്ടാവുകയില്ല എന്ന ഖുർആനിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട്. അപ്പോൾ റസൂല് ജീവിച്ചിരിക്കെ എന്നൊരു വ്യാഖ്യാനം. റസൂൽ ഉണ്ടെങ്കിൽ
പിന്നെ മുഅ്മിനീങ്ങൾക്ക് അദാബ് എന്ന് പറയുന്ന ഒരു സംഗതി അക്കാലഘട്ടത്തിൽ ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ വ്യാഖ്യാന പ്രകാരം, പുതിയ വ്യാഖ്യാന പ്രകാരം മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത് റസൂലിൻ്റെ ചര്യ, സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മെ ശിക്ഷിക്കുകയില്ല. റസൂലിൻ്റെ ചര്യ എന്താ? റസൂൽ ഒരു ദിവസം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. റസൂല് പാപം ചെയ്തിട്ടാണോ? അല്ല, റസൂല് മഅസൂമാണ്. മഅസൂം എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്യാത്തവർ. പ്രവാചകന്മാർ പാപ സുരക്ഷിതരാണ്, തെറ്റ് ചെയ്യാത്തവർ. എന്നിട്ടും റസൂൽ പറയുന്നു അസ്തഗ്ഫിറുല്ലാഹ് എവറി ഡേ. നമ്മൾ എല്ലാ ദിവസവും ഡേ ബൈ ഡേ വി ആർ ഡൂയിങ് ലോട്ട് ഓഫ് സിൻസ്. ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നു, എന്നിട്ട് നമ്മളൊന്നും പറയുന്നില്ല, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നു. നമ്മൾ ആകെ അസ്തഗ്ഫിറുല്ലാഹ് പറയും. നിസ്കാരം കഴിഞ്ഞാൽ 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. 5 × 3 15, 15 പ്രാവശ്യം ഒരു ദിവസം അസ്തഗ്ഫിറുല്ലാഹ്. ഇത് മാത്രമേ, ഇത് തന്നെ മനസ്സറിഞ്ഞ് നമ്മൾ പറയുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം. വി ഹാവ് ടു ക്രിറ്റിസൈസ് അവർ സെൽസ്. നമ്മൾ നമ്മെ എപ്പോഴും ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്നതിൻ്റെ മഹത്വം. അപ്പോൾ റസൂൽ പറഞ്ഞു, നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണെങ്കിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുകയില്ല. ഇത് 4ാമത്തെ കരാറാണ്. ഇത് 4ാമത്തെ കരാറാണ്. അപ്പം 4 കരാറുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വളരെ കൃത്യമായി ഉണ്ടായിരിക്കണം. ഈ 4 കരാറുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മ കൊണ്ടുവരാൻ ഉതകുന്നതായ കാര്യങ്ങളാണ്. ആ രീതിയിൽ ഈ 4 കരാറുകളെയും ജീവിതത്തോട് ചേർത്ത് പിടിക്കാനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പാത അത് പിന്തുടരാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസീക്കും ഇബാദല്ലാഹ് വസാനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് വലിയ മാറ്റങ്ങളാണെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കാം. ഈ ഇരിക്കുന്ന ഞാനടക്കമുള്ള പല ആളുകൾക്കും ജീവിതത്തിൽ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അള്ളാഹു നമ്മെ സഹായിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചവരായിരിക്കും. അത് നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വളരെ സൂക്ഷിച്ച് കഷ്ടപ്പെട്ട് തെറ്റുകൾ ചെയ്യാതെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഒരു നന്മ വരാനുണ്ട്, അള്ളാഹു നമുക്കൊരു നന്മ ചെയ്യാനുണ്ട് എന്ന ഒരു ചിന്ത നമ്മളെ എപ്പോഴും നമ്മുടെ പിടികൂടേണ്ടതാണ്. നമ്മുടെ രാജ്യത്ത് ഇപ്പോഴ് പല രീതിയിലുള്ള കണക്കെടുപ്പുകൾ നടത്തുന്നുണ്ട്. സെൻസസ് നമ്മൾ കേട്ട് കാണും. 10 വർഷം കൂടുമ്പോൾ രാജ്യത്ത് സെൻസസ് നടക്കും. ഇതിന് മുമ്പ് സെൻസസ് നടന്ന അതിൻ്റെ ഭാഗമായിരുന്നു ഞാനൊരു എന്യൂമറേറ്റർ ആയിരുന്നു മുമ്പ്. 2011 സെൻസസിന്. ഈ വർഷവും സെൻസസ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു എന്യൂമറേറ്ററാണ്. ഓരോ കെട്ടിടങ്ങളിൽ പോവുക, കെട്ടിടത്തിൻ്റെ സ്ഥിതി വിശേഷങ്ങൾ അന്വേഷിക്കുക, ആളുകളെക്കുറിച്ച് അന്വേഷിക്കുക, കണക്കെടുപ്പ് നടത്തിയ ഹൗ മെനി മെമ്പേഴ്സ് ഇൻ ഫാമിലി, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ എന്താണ്, നമ്മുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. ഇങ്ങനെ 10 വർഷം കൂടുമ്പോൾ ഗവൺമെൻറ് തലത്തിലൊരു സെൻസസ് നടത്തും. അപ്പോൾ രാജ്യത്ത് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ആദ്യം അതിൻ്റെ ഭാഗമായി നമ്മളൊരു ലേ ഔട്ട് മാപ്പ് വരയ്ക്കും. ഓരോ കെട്ടിടങ്ങൾ, ഓരോ വീടുകൾ, ഇറ്റ് ഈസ് എ ഗുഡ് ബിൽഡിംഗ്, പക്ക ആൻഡ് കച്ച, ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യും, തരംതിരിക്കും. ഇതൊക്കെയാണ് കെട്ടിടത്തിൻ്റെ അവസ്ഥകൾ. ഇങ്ങനെയൊക്കെ. എന്നിരുന്നാലും അതിൽ പലതും മിസ്സായി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ? നമ്മൾ വി ആർ ഹ്യൂമൻ ബീയിങ്, മനുഷ്യരാണ്. മനുഷ്യരെന്നുള്ള നിലക്ക് നമ്മുടെ കണക്ക് ഏതാണ്ടൊക്കെ ശരിയാവുമെങ്കിലും പൂർണ്ണമായി ശരിയായിക്കൊള്ളണമെന്നില്ല. അത് ഒരു കണക്കിലും പൂർണ്ണത നമുക്ക് കാണാൻ സാധിച്ചോളന്നില്ല. പക്ഷേ ഞാൻ സെൻസസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്, കണക്കെടുപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് അതൊരു ഇപ്പോഴത്തെ ഒരു സംഭവമാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക, പല സ്റ്റേറ്റുകളിൽ നടക്കുന്നു, ഇവിടെ നടക്കാനിരിക്കുന്നു. SIR നടക്കുന്നു. പല രീതിയിലാണ്. സെൻസസിൻ്റെ മുമ്പ് ചിലപ്പോൾ SIR നടക്കും. ഇതൊക്കെ പല പല പദ്ധതികളാണ്, അല്ലെങ്കിൽ പല ഗവൺമെൻറ്റിൻ്റെ പല രീതികളാണ്. അതിൻ്റെ പിന്നിൽ നിഗൂഢതയുണ്ടോ ഇല്ലേ എന്നുള്ളത് അള്ളാഹുവിന് കൂടുതൽ അറിയാം, നമ്മളെക്കാൾ അറിയാം. പക്ഷേ ഏത് നിഗൂഢതകളെയും അള്ളാഹു ചിലപ്പോൾ അതിനെയെല്ലാം മറികടക്കും, നമ്മെ സഹായിക്കും. പക്ഷേ അതിനൊരു കണ്ടീഷനുണ്ട്. നമ്മൾ എന്താവണം? ബിലീവേഴ്സ് ആവണം, വിശ്വാസികളാണ്. വളരെ കരുത്തുള്ള ബിലീവേഴ്സ് ആണെങ്കിൽ
അന്ന് ബദറിൽ സംഭവിച്ച, അല്ലെങ്കിൽ അന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സംഭവിച്ച അത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ സപ്പോർട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ വിശ്വാസികളാണെങ്കിൽ അതാണ് നമുക്ക് ഗുണപാഠം. ബദറിൻ്റെ ഗുണപാഠം അതാണ്. അതുപോലെ മറ്റ് യുദ്ധങ്ങളുടെ ഗുണപാഠം അതാണ്. അത്തരത്തിലുള്ള സഹായങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്തും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിൻ്റെ കണക്കെടുപ്പ്, അല്ലെങ്കിൽ അള്ളാഹു നമ്മളിൽ നടത്തുന്നതായ ചില സെൻസസുകൾ എന്ന് പറയുന്നത് അത് ഇതിനേക്കാൾ സൂക്ഷ്മമാണ്. ഇന്ന കുല്ല മൻ ഫിസ് സമാവ ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദ് ഇല്ലാ ആതിർ റഹ്മാനി അബ്ദാ ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദാ വകുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദാ. സൂറത്ത് മറിയം 93, 94 and 95. 3 verses from this surah. ഈ സൂറയിലെ 3 വചനങ്ങൾ എന്താണെന്നറിയാം പഠിപ്പിക്കുന്നത്? ആകാശഭൂമികളിലുള്ള എല്ലാ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ അടുക്കൽ വെറും ദാസന്മാരായിക്കൊണ്ട് വരും. അള്ളാഹുവിൻ്റെ അടുക്കൽ വരും. അള്ളാഹു അവരെ എല്ലാം വളരെയേറെ കൃത്യമായി എണ്ണുന്നതാണ്. കൃത്യമായി അവരെ കണക്കാക്കിയിട്ടുണ്ട്. ഒരു മിസ്സിങ് അതിലുണ്ടാവില്ല. ഒരു അണുമണിത്ത് ഒരു മനുഷ്യനും ഭൂലോകത്ത് ഒരു മനുഷ്യനും മിസ്സാവുകയില്ല. ചിലപ്പോൾ നമ്മളിൽ നിന്ന് ചില ആളുകളൊക്കെ മരിച്ചു പോകും, മിസ്സാവുമ്പോൾ നമ്മൾ അറിയുന്നില്ല. 10 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. വേർ ഈസ് ദാറ്റ് മാൻ? എവിടെ പോയി ആ മനുഷ്യൻ? നമ്മൾ ഇപ്പോഴും ചോദിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ കണക്കിൽ ഒരു മനുഷ്യന് മിസ്സായി പോവുകയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അങ്ങനത്തെ ഒരു കണക്കെടുപ്പ് നാളെ പരലോകത്തുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും എത്തും. യൗമൽ ഖിയാമത്ത് നാളിലെത്ത എല്ലാവരും ഇൻഡിവിജ്വലായിട്ടാണ്, ഓരോ വ്യക്തികളായിക്കൊണ്ട് ഫർദായിക്കൊണ്ട് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ഒരു ദിവസം. ആ ദിവസത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന, എല്ലാം അറിയുന്ന, CCTVയെക്കാളും അപ്പുറം, അതിൻ്റെ അപ്പുറം എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിയിട്ടുള്ള ലോക സൃഷ്ടാവിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടില്ല, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്കൊരു തെറ്റും ചെയ്യാൻ സാധ്യമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ചെറിയ 2 റക്അത്ത് നിസ്കാരത്തെ പോലും നമ്മൾ നിസ്സാരമാക്കി കളയാൻ പാടില്ല. 2 റക്അത്ത് നിസ്കാരം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തിടെ മറമാടി ഒരു മനുഷ്യൻ്റെ ഖബറിൻ്റെ അടുത്ത് കൂടി നടന്നുപോയി. ഫഖാല റക്അത്താനി ഖഫീഫത്താനി മിമ്മാ തഖിറൂൻ വതുനഖിലൂന യസീദുഹുമാ ഹാദാ ഫി അമലി അഹബ്ബു ഇലൈഹി മിൻ ബഖിയത്തി ദുനിയാക്കും. ഈ ഖബറിൽ കിടക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യന് രക്ഷയായത് 2 റക്അത്ത് നിങ്ങൾ നിസ്സാരമാക്കി കളയുന്ന, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന വെറും 2 റക്അത്ത് നിസ്കാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇന്ന് മുതൽ ഞാനും നിങ്ങളും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഹാബിറ്റ് എന്താണ്? ആ ഹാബിറ്റ് എന്നറിയോ? സുബഹി നമസ്കാരം കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് സൂര്യൻ നട്ടുച്ച എത്തുന്നത് വരെയുള്ള സമയത്തിനിടയ്ക്ക് ജോലിക്ക് പോകാറില്ലേ നമ്മളെല്ലാവരും? ജോലിക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരൊറ്റ കാര്യം ചെയ്യുക, 2 റക്അത്ത് നിസ്കരിക്കുക. 2 റക്അത്ത് ചെയ്യുക. Somebody calls this salah as ishraq, somebody calls as this salah salatul luha, whatever it may be. എന്ത് തന്നെ ഇതിൻ്റെ പേരാണെങ്കിൽ പോലും ആ നിസ്കാരം അത് വളരെ വിശുദ്ധമായൊരു നിസ്കാരമാണ്, വളരെ പുണ്യമുള്ളൊരു നിസ്കാരമാണ്. അപ്പം ഞാനും നിങ്ങളും ആ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ഓരോരുത്തരും ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ നിസ്സാരമാക്കി കളയാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം, ഖൈറുക്കും മൻ തോല ഉംറുഹു വഹസുന അമലു. ഒരുപാട് കാലം, എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല കാര്യം. ജീവിച്ച കാലം അത്രയും നല്ലത് ചെയ്യുന്നവരാരോ അവരാണ് നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ പള്ളിയിൽ വന്നതും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇരിക്കുന്നതും. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം മരിച്ച, നമ്മളിൽ നിന്ന് വിട്ടുപോയ ആരെങ്കിലും കുറിച്ച് ചിന്തിച്ചു നോക്കുക. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കും. എത്രമാത്രം ശക്തൻ, വലിയ കാറിലൊക്കെ ഇരുന്ന് ഓടിയ ആൾ. പക്ഷെ ഇന്ന് കിടക്കുന്നതോ മണ്ണിലാണ്. ഇപ്പം നമ്മളതൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ ഇരിക്കുന്ന സൗകര്യങ്ങളല്ല നാളെ മരണാനന്തരം നമുക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ റിയൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം. റിയൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് അല്ല,
മറിച്ച് നമ്മൾ ചെയ്യുന്ന അൽ അമാൽ അൽ ബാഖിയാത്തു സാലിഹാത്ത്, അൽ ബാഖിയാത്തു അതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും തിരികെ പിടിക്കാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ഓരോ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും അള്ളാഹു പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. കൂടുതൽ നന്മകൾ ചെയ്യാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിപ്പുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ വീട്ടിലുള്ള ആളുകളുണ്ട്, ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട്. ദുആ കൊണ്ട് പ്രത്യേകം വസിയത്ത് ചെയ്യാൻ പറഞ്ഞിട്ട് അള്ളാഹു അവരുടെ എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. രോഗികളായ ആളുകൾക്ക് അള്ളാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിടം അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി ഫയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر ذنوبنا يا غافر المذنبين برحمتك يا أرحم الراحمين.